വെൽക്കം ടു ദ ഫ്യൂച്ചർ. 2024 എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഈ വർഷം ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമകൾ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന സിനിമകളാണ്. കാരണം എല്ലാവർക്കും വേണ്ടത് ഓരോരോ അവതാരങ്ങളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും? ലാലേട്ടനാണെങ്കിലും മമ്മൂക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അവതാരങ്ങളെ മാത്രം മതി. അതായത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സ്ഥിരം മലയാള സിനിമകൾ കണ്ടുവരുന്ന സിനിമകളുടെ അപ്പുറത്തോട്ട് മറ്റൊരു പാറ്റേണിൽ വരുന്ന സിനിമകളാണ് ഇപ്പം മലയാള സിനിമയിൽ നിന്ന് ഈ വർഷം വരാനായിട്ട് പോകുന്ന എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ വന്നേക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, തലപതി 68 എന്ന് പറയുന്ന സിനിമ തലപതിയുടെ തന്നെ കരിയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിട്ട് മാറുമെന്ന് അവകാശപ്പെടുന്ന വെങ്കട് പ്രഭുവിന്റെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള പടം എന്ന് പറയപ്പെടുന്ന സിനിമയാണ് തലപതി 68 എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഇന്നലെ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നായിരുന്നു. ഈ ഒരു കാരണം ആ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടുവെക്കുക ഈ വീഡിയോന് ശേഷം. പക്ഷേ ഇന്ന് വന്നേക്കുന്ന പോസ്റ്റ് കാണുന്ന സമയത്ത് ടു ബി ഫ്രാങ്ക്, സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് രീതിക്കാണ് ഇതിനെ വിലയിരുത്താനായിട്ട് തോന്നിയത്. ഒന്ന്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പോസ്റ്റർ എനിക്ക് പറയാനായിട്ട് തോന്നി. രണ്ട്, എന്തായിരിക്കും ഈ സിനിമ എന്നുള്ളൊരു കാര്യം എന്നെ ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നതും ടൈം എന്ന് പറയുന്നതും ശരിക്കും ഹൈലൈറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. അതായത് ടൈം എന്ന് പറയുന്ന സാധനത്തിന് കറക്റ്റ് ആയിട്ട് ഗ്രേറ്റസ്റ്റ് ടൈം എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈമിന് ഭയങ്കര പ്രസക്തി കൊടുക്കുന്ന ഒരു പക്ഷേ ഒരു ടൈം ട്രാവലർ ആണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് കൂടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് തലപതി, ഇന്നലെ വന്നേക്കുന്ന പോലെ തന്നെ ഒരു പ്രായമായിട്ടുള്ള തലപതി, മറ്റൊന്ന് യങ് ആയിട്ട് നിൽക്കുന്ന ഒരു തലപതി. ഇവര് കയ്യിൽ ഗൺസുകൾ മറ്റൊക്കെ വെച്ചുകൊണ്ട്, ഒരാൾ ഗൺ വെച്ചിട്ടുണ്ട്, ഒരാൾ കയ്യിൽ AK-47 പോലത്തെ ഒരു ഗൺ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളും മറ്റൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഷെയ്ഡ് കാണുന്ന സമയത്ത്, ഇവിടെ ഇവർ പോകുന്ന സമയത്ത് ഇവരുടെ ബാക്കിലുള്ള ഷെയ്ഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബാക്കിൽ ഒരു ഷെയ്ഡ്, ഒരു പാളി പോലെ ഒരു ഷെയ്ഡ് ഇങ്ങനെ പോയിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? ഇത് കാണുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും ടൈം ട്രാവലർ എന്ന് പറയുന്ന സാധനത്തിനെ വീണ്ടും എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്യുന്ന സിനിമകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് മുതലുള്ള ഹോളിവുഡ് സിനിമകളോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് എഫക്റ്റ്, ഒരു നിയോൺ ലൈറ്റ് എഫക്റ്റ് നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ആ ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം ട്രാവലിന്റെ അതേ തന്നെ ഒരു സിമിലാരിറ്റിയാണ് നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ബിൽഡിംഗ് മറ്റൊരു ഗ്രാഫിക്സ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു മെട്രിക്സ് പോലത്തെ ഒരു സാധനമൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഓഡിയൻസിന് അത് മനസ്സിലാവില്ല എന്നുള്ളൊരു കാര്യം കൂടി വേറൊരു കാര്യമാണ്. ഇന്നത്തെ ഓഡിയൻസ് ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും വിജയുടെ ഒരു ഫാൻസ് എന്ന് പറയുന്ന സമയത്ത് വിജയ് ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സെയിം സംഭവമാണോ അതോ വെങ്കട് പ്രഭുവിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണോ, അത് കൺവിൻസിംഗ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലെറ്റ്സ് ലുക്ക് ഓൺ ടു ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന മൂവിയുടെ പോസ്റ്റർ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ദി ഏജ് ഓഫ് മാഡ്നസ്. എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. കേരളത്തിൽ തന്നെ പണ്ട് നടന്നേക്കുന്ന ഒരു ഡാർക്ക്നെസ്സിന്റെ കാലഘട്ടത്തിൽ, ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നടന്നേക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ബ്രഹ്മയുഗം ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരാൻ പോകുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഇതുവരെ വന്നേക്കുന്ന പോസ്റ്റേഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഒരു പോസ്റ്റർ വന്നായിരുന്നു. അതിന്റെ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്ന ആളൊരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഇരുന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് മമ്മൂക്കയുടെ ഒരു വേർഷനാണ് ഈ സിനിമയിൽ വന്നേക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള അടുത്തൊരു പോസ്റ്ററാണ് വന്നേക്കുന്നത്. ബ്രഹ്മയുഗം ദി ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്നതിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ ഈ പോസ്റ്റർ കാണുന്ന സമയത്ത് ആദ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്ററിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു പേരായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു പേരായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഫോം ചെയ്തേക്കുന്നത് 2021 2021 ഈ ഒരു ടീം ഫോം ചെയ്തേക്കുന്നതിന്റെ, ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി അസോസിയേറ്റ് ചെയ്തേക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറർ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇവർ രൂപീകരിച്ചേക്കുന്നത്. ലൈക്ക് ഇപ്പോൾ കോൺജറിങ് സീരീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലേ, വാർണർ ബ്രോസ് പോലുള്ള വലിയ വലിയ സ്റ്റുഡിയോസിന് പോലും അവരുടേതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ഹൊറർ സിനിമകൾക്ക് വേണ്ടി മാത്രമായിട്ട്. അത്തരത്തിൽ മലയാള സിനിമയിൽ ഹൊറർ സിനിമകൾ ചെയ്യാൻ പോകുന്ന ഒരു തുടക്കമായിട്ടാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ അവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ഒരു ഹൊറർ ടൈപ്പ് മൂവിയാണ്, ഹൊറർ ബേസ്ഡ് മൂവിയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഒരു കഥാപാത്രത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഈ ലുക്കായിരുന്നു. അദ്ദേഹത്തിന്റെ തലയുടെ മുകളിലായിട്ട് ഒരു കിരീടം വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ കിരീടം നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ഇതൊരു തെയ്യം ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. തെയ്യം എന്ന് പറയുന്ന ആർട്ട് ഫോം, കേരളത്തിലുള്ള നമ്മുടെ ആർട്ട് ഫോം, തെയ്യം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനെ, ആ ഒരു ആർട്ട് ഫോമിനെ സിംബലൈസ് ചെയ്യുന്ന രീതിക്കാണ് നമുക്ക് ഇവിടെ ഒരു രൂപം കാണാനായിട്ട് വരുന്നത്. പക്ഷേ സൈഡിലായിട്ട് രണ്ട് കൊമ്പുകൾ വന്നേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ മമ്മൂക്കയുടെ കഥാപാത്രത്തിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് ആക്ച്വലി വേറെ രീതിയിലാണ് ഇരിക്കുന്നത്. സാധാരണ കണ്ണുകളല്ല ഇവിടെ കാണാൻ പറ്റുന്നത്. ഇദ്ദേഹം കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ കണ്ണുകൾ ആക്ച്വലി ഒരു ഹൊറർ ലുക്കിൽ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പണ്ടൊക്കെ നമ്മൾ ഈ പ്രേത സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു ഹൊറർ ലുക്ക് കണ്ണാണ് നിൽക്കടെ കാണാൻ വരുന്നത്. പൂച്ചക്കണ്ണ് പോലത്തെ ഒരു കണ്ണാണ് നിൽക്കടെ കാണാൻ വരുന്നത്. ഈ ചുണ്ടുകളുടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പല്ലുകൾ പോലെ ഒരു സംഭവം വന്ന് എടുക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. നമ്മൾ തെയ്യം ആർട്ട് ഫോമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കാണാനായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു പോസ്റ്റർ ബേസിക്കലി ഇൻസ്പയർ ചെയ്തേക്കുന്നത് തെയ്യം എന്ന് പറയുന്ന ആർട്ട് ഫോമിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു രൂപമായിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ കണ്ണുകളും മറ്റും കാണുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഗോസ്റ്റ് ടൈപ്പ് ഒരു ക്യാരക്ടർ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് എങ്ങനെയാണ് ഇവർ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലാണ് ഈ സിനിമയുടെ വിജയവും പരാജയവും. കാരണം ഒരു സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണോ അതോ ഏത് കോൺസെപ്റ്റിലാണ് ഈ സിനിമ ചെയ്യാനായിട്ട് പോകുന്നത്, എല്ലാ തരം ഓഡിയൻസിനെയും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയാണോ അതോ ഒരു ലിമിറ്റഡ് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവാർഡിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സിനിമയാണോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഹൊറർ ബേസ്ഡ് മൂവി എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇന്ന് രാവിലെ തന്നെയായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷേ ഇത് കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം. മലൈക്കോട്ടെ വാലിബൻ. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവി എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടർ ഈ സിനിമയിൽ വന്നേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. നമ്മൾ ഈ പോസ്റ്റർ വന്നിരുന്ന സമയത്ത്, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ വന്നിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതുവരെ റിവീൽ ചെയ്യാത്ത 2 ക്യാരക്ടേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ആ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് നമുക്ക് കാണാൻ വരുന്നത്. ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ ഈസ് എ പ്യുവർ മാസ് മസാല പടമാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പടം ഒരു 1.5 മണിക്കൂറിൻ്റെ പടം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 1.30 or 1.45 ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ വരുന്നൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ എല്ലാ സിനിമകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് രീതിക്ക് പോകുന്ന ഒരു മനുഷ്യനല്ല. അതായത് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഡയറക്ടർ അല്ല. പുള്ളിയുടേതായിട്ടുള്ള ഫ്രീഡം എടുത്തിട്ട് അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം. ഇപ്പം നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമീൻ പോലെയല്ല ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്, അല്ലേ? ചുരുളി പോലെയല്ല അതിനുശേഷം വന്നേക്കുന്ന മമ്മൂക്കയുടെ നൻപകൽ എന്ന് പറയുന്ന സിനിമ. സോ ഇതെല്ലാം ഒരു വേറെ പാറ്റേണിൽ ഫോളോ ചെയ്യപ്പെടുന്ന, എന്നാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നായകൻ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേർഷ്യൻ മൂവി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, കറക്റ്റ് സിനിമ എനിക്ക് ഓർമ്മ വന്നില്ല. ഒരു ഇന്ത്യയുടെ പുറത്ത് വന്നേക്കുന്ന ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് എടുത്തേക്കുന്ന ഒരു സീനൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയിരിക്കുന്നതാണ്. ഇന്ദ്രജിത്തിൻ്റെ ഒരു സീനൊക്കെ. ആ ഒരു സീൻ പിന്നീട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ആനിമൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന ഒരു സീനായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട്. സോ പല സ്ഥലങ്ങളിൽ നിന്നും എടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കുന്ന വിത്തൗട്ട് എനി ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നോർമൽ മാസ് മസാല പടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരു വ്യത്യസ്തനായിട്ടുള്ള ഡയറക്ടറാണ് LJP എന്ന് പറയുന്നത്. സോ ഒരു മാസ് മസാല പടം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സിനിമയെ കുറിച്ച് വന്നേക്കുന്ന ഒരു ലേറ്റസ്റ്റ് റൂമർ എന്ന് പറയുന്നത്, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് റൂമർ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ആക്ച്വലി വേറൊരു പേരാണെന്നുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹം ഒരു ഗുസ്തിക്കാരായിരുന്നു. മലൈക്കോട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നീട് ഇദ്ദേഹം അവിടെ നിന്ന് നാട് കടത്തപ്പെടുന്നു. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. പ്രസന്റേഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമുള്ള ഒരു വീഡിയോ എന്നല്ല. ജസ്റ്റ് ആ ദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത്ര മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടിപ്പിക്കൽ മാസ് മസാല ആക്ഷൻ പടം എന്ന് പറയുന്ന സാധനം നിങ്ങൾ പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട. ഈ ഡയലോഗ് ഡെലിവറി മറ്റു കാണുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു LJP സ്റ്റൈലിൽ നിന്ന് വരുന്ന ഒരു മാസ് മസാല, LJPയിൽ നിന്ന് വരുന്ന ഒരു ലാലേട്ടൻ്റെ മാസ് മസാല സിനിമയാവാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. പ്രതീക്ഷകൾ ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്നതിന് ശേഷം നമുക്ക് പറയാം ഏതാണ് ഈ സിനിമയുടെ, എങ്ങനെയാണ് ഈ സിനിമ ആക്ച്വലി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു മൂഡ് എന്നുള്ളൊരു കാര്യം എന്നൊക്കെ. സോ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തലപതി 68ന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ അടുത്തൊരു പോസ്റ്റർ വരുന്നുണ്ട്. സോ അടുപ്പിച്ചാണ് ഇപ്പോൾ പോസ്റ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ വീഡിയോസിൽ ഒരു ദിവസമായിട്ട് ഞാൻ ചെയ്യാറില്ല. പക്ഷേ ചില ദിവസങ്ങൾ വരുന്ന അപ്ഡേറ്റുകൾ ഇങ്ങനെ കൂടുന്ന സമയത്ത് മാത്രമാണ്, പ്രത്യേകിച്ച് ഇന്ന് ന്യൂ ഇയർ ആണ്, അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് കൂടി പോകുന്നത്. സോ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് തലപതി 68 എന്ന് പറയുന്ന സിനിമയുടെ ഇന്ന് വരുന്ന പോസ്റ്ററിന്റെ ഡീകോഡിംഗ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം? ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ വർഷത്തെ ഇറങ്ങാൻ പോകുന്ന എല്ലാ സിനിമകളും എന്ന് പറയുന്നത് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന സിനിമകളാണോ? പുതിയ അവതാരത്തിൽ നമ്മുടെ പഴയ ആക്ടേഴ്സ് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഏത് സിനിമയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം പേരിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.